ഹായ് ഓൾ, എല്ലാവർക്കും വർക്ക്ഷോപ്പ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ക്യാപ്ഷൻ കണ്ട പോലെ ഒരു ചെടിച്ചട്ടിയാണിത്. സംഭവം ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെടിച്ചട്ടിയാണ്. നമ്മുടെ വീട്ടിൽ യൂസ്ലെസ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ ആകെ സിമെൻറ്റ് മാത്രമേ ഉള്ളൂ. സിമെൻറ്റ് ആകെ ഒരു 20 കിലോ സിമെൻറ്റാണ് ഞാൻ ഉപയോഗിച്ചത്. ഒരു 200 രൂപ ആ സിമെൻറ്റിന് ചിലവ് വന്നുള്ളൂ. പിന്നെ നമ്മൾ സിമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ സിമെൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ, എൻ്റെ വീഡിയോ കണ്ടെന്നല്ല, എപ്പോൾ നിങ്ങൾ സിമെൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും സിമെൻറ്റ് നമ്മളുടെ ചിലവരെ കൈക്ക് അലർജി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സേഫ്റ്റി കീപ്പ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എന്തെങ്കിലും ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ട് വേണം സിമെൻറ്റിലേക്ക് കൈയിട്ട് വരാനായിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ എല്ലാവരും കാണാൻ ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത്തിരി പണിയെടുക്കേണ്ട ഒരു വീഡിയോ ആണ്. നമുക്ക് വലിയ കഴിവൊന്നും വേണ്ട, എങ്കിലും ഇച്ചിരി പണിയെടുക്കണം, അതേ ഉള്ളൂ. കാരണം കുറച്ചധികം സിമെൻറ്റൊക്കെ മിക്സ് ചെയ്ത് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് സിമെൻറ്റ് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു 3 ചട്ടിയിൽ മണലും പിന്നെ ഒരു 2 ചട്ടിയിൽ സിമെൻറ്റുമാണ് മിക്സ് ചെയ്യുന്നത്. ഇതിൽ മണലിന് പകരം സാൻഡ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. സിമെൻറ്റ് മിക്സ് ചെയ്യുന്ന എന്ത് ഐറ്റംസ് ആയാലും മതി. അടുത്തതായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ആങ്കർ എടുക്കുന്നത്. ആങ്കർ വീഡിയോ കാണുന്ന പോലെ വളച്ച് തിരിച്ചൊരു റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. അതെന്തിനാണെന്നൊക്കെ വീഡിയോ തുടർന്ന് കാണുമ്പോൾ മനസ്സിലാവും. അടുത്ത നമ്മളൊരു പഴയ ജീൻസിൻ്റെ പാൻറ് എടുത്തിട്ട് റെഡിയാക്കി വെച്ചിരുന്ന ആങ്കർ ആ ജീൻസിൽ വീഡിയോ കാണുന്ന പോലെ കോർത്തെടുക്കണം. അടുത്തതായിട്ട് എന്തെങ്കിലും ഒരു കയർ ഉപയോഗിച്ച് വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ആ ജീൻസ് പാൻറ് എവിടെയും തൂക്കിയിടാനുള്ളൊരു സെറ്റപ്പ് റെഡിയാക്കണം. അടുത്തതായിട്ട് നമുക്ക് പാൻറ്റിൻ്റെ അടിവശം രണ്ടും സിമെൻറ്റ് പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഒന്ന് അടച്ച് കെട്ടി വെക്കണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ആ സിമെൻറ്റ് പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ കാണുന്നത് പോലെ നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം.
ഇനി നമുക്ക് തൂക്കിയിട്ടിരുന്ന കയറ് ഒന്ന് ലൂസാക്കി കുറച്ച് താത്തി കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പാൻറ്റിൻ്റെ 2 കാലും ഒന്ന് ബാക്കിലോട്ട് മടക്കി കൊടുക്കാനായിട്ടാണ്. ഇത് ശരിക്കും നിങ്ങൾ ഈ ഫുള്ള് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ടതാണ്. എനിക്കിപ്പോൾ ഫുള്ള് ഫില്ല് ചെയ്ത ശേഷം ഇങ്ങനെ ചെയ്തത് കാരണം ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ ഏകദേശം മുട്ടുകാല് വരെ സിമെൻറ്റ് ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ മടക്കി ശേഷം വേണം അടുത്ത ഭാഗം ഫില്ല് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മടക്കുമ്പോൾ മുട്ടുകാലിന് മുകളിലോട്ടുള്ള ഭാഗം കുറച്ച് ബാക്കോട്ട് ചരിഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കണം ഇത് മടക്കാൻ, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ബാക്കോട്ട് ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് ബാലൻസ് ചെയ്ത് നിന്നോളും. ഏകദേശം മുഴുവനായി തന്നെ സിമെൻറ്റ് ഫില്ല് ചെയ്ത ശേഷം നമ്മൾ വീഡിയോ കാണുന്ന പോലെ ഒരു ബക്കറ്റ്, ചെറിയ പാത്രം എന്തെങ്കിലും നടുക്ക് പാൻറ്റിൻ്റെ നടുക്ക് വീഡിയോ കാണുന്ന പോലെ വെച്ച് കൊടുക്കണം. വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു വെയിറ്റുള്ള ഐറ്റം അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് തിരിച്ച് പൊങ്ങിപ്പോരാൻ സാധ്യതയുണ്ട്. അത് വെച്ച ശേഷം ബാക്കി സൈഡ് കൂടി സിമെൻറ്റ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ആ ഒഴുകിയിറങ്ങിയ സിമെൻറ്റൊക്കെ ഒന്ന് കഴുകിക്കളയണം. അതിപ്പോൾ കഴുകിക്കളഞ്ഞില്ലെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കഴുകിക്കളയാൻ. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് കഴുകിക്കളയണം, അകത്തേക്ക് വെള്ളം പോകാത്ത രീതിയിൽ കഴുകണം. കഴുകിയ ശേഷം നമുക്ക് ഇതൊരു 48 മണിക്കൂർ, അതായത് 2 ദിവസം ഇത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് നനച്ച് കൊടുക്കുന്നത് നല്ല സ്ട്രോങ് ആവാൻ സഹായിക്കും. അപ്പോൾ പറഞ്ഞതുപോലെ 48 മണിക്കൂർ വെയിറ്റ് ചെയ്ത് സംഭവം നല്ല സ്ട്രോങ് ആയിട്ട് ഉണങ്ങി കിട്ടി. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച ബക്കറ്റ് സേഫായിട്ടൊന്ന് അയച്ചെടുക്കണം. ബക്കറ്റ് സേഫായിട്ട് എടുത്ത ശേഷം അതിൽ കെട്ടി വെച്ചിരുന്ന കയറൊക്കെ ഒന്ന് അയച്ച് അതൊന്ന് ഫ്രീ ആക്കി എടുക്കണം. ഇനി നമ്മളതിൽ കോർത്തിച്ചിരുന്ന കമ്പിയുടെ വളയം അതും കൂടി ഒന്ന് അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഇനി നമ്മളൊരു ഡ്രില്ല് ഉപയോഗിച്ച് അതിൻ്റെ നടുവിൽ വീഡിയോ കാണുന്ന പോലെ ഒരു ഹോൾ ഉണ്ടാക്കണം. കാരണം നമ്മൾ ചെടി വെക്കാനത് ഉപയോഗിച്ചത്. ചെടി നനക്കുന്ന വെള്ളം പുറത്തേക്ക് പോകാനായിട്ടാണ് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കുന്നത്. അടുത്ത നമുക്കിനി ഒരു 1/2 ഇഞ്ചിൻ്റെ ഓസിൻ്റെ പീസ് ആ ഉണ്ടാക്കിയിരുന്ന ഹോളിൽ കൂടെ പുറത്തേക്ക് ഇട്ട് വെക്കണം. അടുത്തായി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് പഴയ ഒരു ബെൽറ്റ് എടുത്ത് അതിൽ കോർത്തെടുക്കാം. അതോട് കഴിഞ്ഞാൽ ഇതിനൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും, അതിനുവേണ്ടി മാത്രമാണ്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ ചട്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഒരു ചെടി എന്തെങ്കിലും എടുത്ത് ആ ചട്ടിയിലേക്ക് ഇറക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ പണി. അപ്പോൾ ഇതോടെ നമ്മളുടെ ചെടിച്ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, പരിചയക്കാരിലേക്ക് ഷെയർ ചെയ്യണം. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് എല്ലാവർക്കും നന്ദി.